ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധാനന്തരം ഇന്ത്യയുടെ ഖ്യാതി ലോക ഭൂപടത്തിൽ എവിടെ നിൽക്കുന്നു? അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ പദവി മറ്റ് രാജ്യങ്ങളിൽ ചർച്ചയായിട്ടുണ്ടോ? ഇന്നത്തെ ചർച്ച യുദ്ധാനന്തര ഭാരതം. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ PM ബേബി. അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അടിമാലി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സാർ. സാർ, യുദ്ധാനന്തര ഇന്ത്യ, യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ലെങ്കിൽ പോലും, കാരണം യുദ്ധം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ മടിക്കുകയായിരുന്നു, അതിലേക്ക് എത്താതിരുന്നു. ഏതായാലും യുദ്ധം കഴിഞ്ഞു എന്ന്, അല്ലെങ്കിൽ സംഘർഷം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ ശാന്തമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്, ഇക്കാര്യത്തിലൊന്നും സംശയമില്ല. യുദ്ധത്തിന് ശേഷമുള്ള യുദ്ധാനന്തര ഇന്ത്യ ലോക ഭൂപടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ അതിൻ്റെ യശസ് ഉയർത്തിയോ? നമ്മുടെ പ്രധാനമന്ത്രി ശ്രദ്ധിക്കപ്പെട്ടുവോ? പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ സൂക്ഷിച്ച് എന്ന് പറയുമ്പോൾ, തീവ്രവാദികളാണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി നമ്മുടെ സംസ്ഥാനമായ ജമ്മു കാശ്മീരിൽ കയറി 26 തദ്ദേശീയരായിട്ടുള്ള ആളുകളെ, അതും ഹിന്ദു വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മോദിയോട് പറഞ്ഞേക്ക് പോയി എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഈ നിലപാടിനെതിരെ രാജ്യത്താകെ ഉയർന്നു വന്ന ആ പ്രതിഷേധം, ആ കാര്യത്തിൽ ആവശ്യമായ തിരിച്ചടി നൽകണം എന്നുള്ള നിലപാട് ജനങ്ങൾക്കാകെ, കോടാനുകോടി ഇന്ത്യൻ ജനതയ്ക്കുണ്ടായിരുന്ന ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആവശ്യമായ തോതിലുള്ള തിരിച്ചടി ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റേതായ ഒരു ഇമേജ് നമ്മുടെ ഗവൺമെൻറ്റിന്, നമ്മുടെ രാജ്യത്തിനകത്തും, അതുപോലെ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്ത കാര്യത്തിലുള്ള ആ പക്വമായ സമീപനത്തിന് വിദേശ രാജ്യങ്ങളിലും അന്താരാഷ്ട്ര സമൂഹത്തിലാകെ വലിയ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്, എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. കഴിഞ്ഞ, അതായത് ഏപ്രിൽ മാസം 22-ാം തീയതിയായിരുന്നു കാശ്മീരിൽ സത്യത്തിൽ വല്ലാത്ത ദുരന്തം ഉണ്ടായത്. അത് രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വല്ലാതെ അകറ്റുകയും ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം വെച്ചു പുറപ്പിക്കില്ല എന്ന ശക്തമായ നിലപാട് ഇന്ത്യ എടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ തന്നെ വളരെ കൃത്യതയോടെ ആക്രമിച്ചു. അത് മെയ് മാസം 7-ാം തീയതി രാത്രിയായിരുന്നു. ഏതാണ്ട് 24 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമ്മളതിന് പേരിടുകയും ചെയ്തു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരിക്കില്ലേ? പാകിസ്ഥാൻ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇന്ത്യ രാജ്യത്തു നിന്നുണ്ടാകുന്ന ഒരു ആക്രമണം നേരിടാനുള്ള കഴിവുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ പറയുന്നല്ലേ? അല്ല, അതിനകത്ത് നമ്മൾ പറയുന്നു എന്നുള്ളതല്ല, ഇത് വസ്തുത തന്നെയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള രാജ്യത്ത് ഉള്ള ആയുധങ്ങളോ, അതിൻ്റെ ക്വാളിറ്റിയോട് കിടപിടിക്കാൻ കഴിയുന്ന ആയുധങ്ങളോ ഒന്നും ഇല്ലാത്ത രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അവർ ആണവ ശക്തിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള ആണവ ബോംബുകളല്ല അവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വേറെ രീതിയിൽ കൂട്ടിയോജിപ്പിച്ചാൽ അണുബോംബിൻ്റെ ശേഷിയില്ലാത്ത വേറെ സംവിധാനങ്ങളാണ് അവർക്ക് ഇന്നുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം പോലെ ഒരു സിസ്റ്റം അവർക്കില്ല. മിക്കപ്പോഴും മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ റിസർച്ച് ചെയ്തുണ്ടാക്കിയ ആയുധങ്ങളല്ല അവരുടെ കയ്യിലുള്ളത്. അവർ മറ്റുള്ള രാജ്യങ്ങൾ, ചൈനയെയും മറ്റ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ അവരുടെയൊക്കെ ആയുധങ്ങൾ വാങ്ങി അത് വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ആയുധങ്ങളെല്ലാം ഒരു പരിധിവരെ കാലഹരണപ്പെട്ട ആയുധങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അവരുടെ മേജർമാരും അവരുടെ അതിന് മുകളിലേക്കുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരും എല്ലാം നമ്മുടെ രാജ്യത്തെ പട്ടാളം പോലെ ഒരു കമാൻഡ് കൊടുത്താൽ അത് അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരുമല്ല. ഇതിനകത്ത് മേജർമാർ വരെയുള്ള ആളുകൾ ചൈനീസ് പക്ഷപാതികളും അതിന് മുകളിലേക്കുള്ള ആളുകളെല്ലാം ഒരു പരിധിവരെ
മറ്റ് അമേരിക്കയും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളെയും ആശ്രയിക്കുന്നവരുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അതിനുള്ളിൽ തന്നെ വല്ലാത്ത വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ. അതായത് ഭീകരന്മാരുടെ ഒരു ഭാഗത്ത് ഭരണകൂടത്തിൻ്റെ, മറ്റൊരു ഭാഗത്ത് പട്ടാള നേതൃത്വത്തിൻ്റെ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടാവുക അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരെല്ലാവരും അവരുടേതായ രീതിയിൽ പാകിസ്ഥാനിലെ ഭരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ജനാധിപത്യം ഉണ്ട് എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും നമ്മുടെ രാജ്യത്തെ പോലെയുള്ള ഒരു ഭരണക്രമം അവിടെ ഇല്ല. ഒരിക്കലുമില്ല. ജനാധിപത്യം എന്ന് പേര് വിളിക്കാൻ പോലും ആവില്ല. പട്ടാളത്തിന്റെ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് ഈ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മതരാഷ്ട്രമാണല്ലോ. മതരാഷ്ട്രം എന്ന നിലയിൽ അതിനെ ഒരിക്കലും ജനാധിപത്യം എന്ന് പേര് വിളിക്കാനാവില്ല. ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ അവർക്ക് കഴിവില്ല. അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൽ നല്ലൊരു ഭാഗം തീവ്രവാദികളാണ്, അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ട് ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം അവിടുത്തെ പട്ടാള ജനറൽമാർ ഈ കൊല്ലപ്പെട്ട തീവ്രവാദികളെ വലിയ ആദരവോടുകൂടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മൾ പുറത്തുവിട്ടു, അന്താരാഷ്ട്ര സമൂഹത്തിന് ബോധ്യപ്പെടുത്തി. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം. അതെ, ആ കാര്യത്തിൽ നമ്മുടെ അജിത് ഡോവലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ഭംഗിയായി അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. മാത്രമല്ല, മോദിയെ സംബന്ധിച്ച്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുകയില്ല എന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു. അഴകുഴമ്പൻ സമീപനമില്ല, കാര്യത്തെ ശക്തമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അത് മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ, നമ്മുടെ സിന്ധു നദി, അതുപോലെ ജലം, ചെനാബ് തുടങ്ങിയിട്ടുള്ള പഞ്ചനദികൾ, ആ പഞ്ചനദികളിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചില സമയങ്ങളിൽ തുറന്നുവിടുകയും എല്ലാം ചെയ്ത് അവരെ ഭീതിയിലാഴ്ത്താൻ, അവിടുത്തെ ജനങ്ങളെ ഗവൺമെന്റിനെതിരെ തിരിക്കാൻ തന്നെ വേറൊരു നയതന്ത്രം അത് വർക്ക് ചെയ്തു. അതുമാത്രമല്ല, അവിടുത്തെ പാർലമെന്റിൽ തന്നെ ഒരു പാർലമെന്റ് അംഗം ഇന്ത്യയുമായി യുദ്ധം ചെയ്ത് പാകിസ്ഥാനിലെ ജനങ്ങളെ ഇങ്ങനെ കൊല്ലാൻ കൊടുക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ. മാത്രമല്ല, അതിനേക്കാൾ വൈറലായ അദ്ദേഹത്തിന്റെ ഒരു വാക്യം, പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ്. അതെ, അല്ലാതെ വേറെ പിടിച്ചു നിൽക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്ത് നേരിടാനുള്ള കഴിവില്ല, ഇനി ദൈവം മാത്രമേ രക്ഷയുള്ളൂ എന്നാണുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യവും കൂടിയാണ് അത്. നിസ്സഹായതയുടെ വാക്യമാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിന് മുമ്പ് തന്നെ, ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും നിർണായകമായ കൂടിക്കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നല്ലോ. ആ കാര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്, സൈന്യത്തിന് എന്തും ചെയ്യാം, സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. മറുപടി, അതായത് നമ്മുടെ 26 പേരെ നിഷ്ഠൂരമായി വധിച്ചതിന് മറുപടിയുണ്ട്, അത് സൈന്യത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ്. സൈന്യം അത് ഭരണകൂടവുമായി ആലോചിച്ചല്ല ചെയ്തതെന്നൊന്നും അങ്ങ് വിശ്വസിക്കുന്നില്ലല്ലോ അല്ലേ? അതെ, ഇല്ലില്ല. അത് സൈന്യവുമായിട്ട് ആലോചിച്ചിട്ടുണ്ടാകും, യാതൊരു സംശയം വേണ്ട. സൈന്യമായിട്ടൊക്കെ ആലോചിക്കാതെ ഒന്നും അങ്ങനെ ഒരു കാര്യം പറയാൻ സാധ്യതയില്ല. സൈന്യം നമ്മുടെ ഗവൺമെൻറ്റിനെ ശരിയായ രീതിയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സൈന്യം തന്നെയാണ്. അവർ ഗവൺമെൻറ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചലിക്കുകയുള്ളൂ. മാത്രമല്ല, അവർ ഈ ഓപ്പറേഷനിൽ കണ്ട ഒരു കാര്യം, നമ്മളൊക്കെ മുമ്പ് യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ കാലഹരണം വന്ന ആരെങ്കിലുമൊക്കെ നൽകിയ ചില തോക്കുകളും അതുപോലെ തന്നെ ചില ആയുധങ്ങളും ഒക്കെ ആയിട്ടാണ് മുമ്പോട്ട് നീങ്ങാറുള്ളത്. പക്ഷേ ഇത്തവണ പാകിസ്ഥാൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലേസർ ആയുധങ്ങൾ മുതൽ മറ്റു പല മിസൈലുകൾ, ആകാശ പോലുള്ള മിസൈലുകൾ, അതെ, അതുപോലെ തന്നെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ഭംഗിയായി, അത് സുദർശന ചക്രം. അതെ. അപ്പൊ ഈ നിലയിൽ ഇത് ആയുധം കിട്ടിയാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ അറിയുകയും കൂടി ചെയ്യണം. പാകിസ്ഥാനിലെ പല ആളുകൾക്കും ഇതിൻ്റെ ഈ സ്വിച്ചെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര ഉപയോഗിക്കാൻ അറിയില്ലെന്നാണ് പറയുന്നത് ഇപ്പോഴും. കാരണം അവരെല്ലാം സുഖലോലുപന്മാരായിട്ടുള്ള ആളുകളാണ്. സൈന്യം എങ്ങനെ സുഖലോലുപതയാണ് അവർ ജീവിക്കുന്നത്. അവർ മദ്യം കഴിച്ചും മറ്റ് എല്ലാത്തരം സുഖലോലുപതകളുമായി ജീവിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ജീവിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ
നമ്മുടെ രാജ്യത്തെ ധീരന്മാരായ ജവാന്മാരോട് കിടപിടിക്കാനുള്ള ശേഷിയുള്ള ഒരു ആളുകൾ. കാര്യം കൂടി അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഈ മിസൈലുകൾ, നമ്മൾ തൊടുത്ത മിസൈലുകൾ, ഏതാണ്ട് 50ഓളം മിസൈലുകളാണ് ഈ ഭീകര കേന്ദ്രങ്ങളിൽ ചെന്ന് വീണത്. 100ലധികം ഭീകരന്മാർ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ വ്യോമാതിർത്തി ഭേദിച്ച് ഒരു വിമാനവും പോയിട്ടില്ല. അതായത് നമ്മുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മിസൈലുകൾ കൃത്യമായ സ്ഥലത്തെത്തിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തേക്ക് ഇത് നേരിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധമല്ല നടന്നത്. പാകിസ്ഥാനുമായിട്ടല്ല യുദ്ധം. ഈ അവിടെയുള്ള തീവ്രവാദികളെ പാകിസ്ഥാൻ അമർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവരെ അമർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ മണ്ണിൽ താവളമടിച്ച് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടന ഭീകരർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രങ്ങളെയാണ്, അവരെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. പോലുള്ള ഏതാണ്ട് 45ഓളം ഭീകര സംഘടനകളുടെയൊക്കെ അല്ലാതെയൊക്കെയാണ്. അങ്ങനെയുള്ള സംഘടനകളുടെ വിളനിലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ രൂപീകരണ പരിശീലന കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിലുടനീളം. ഇന്നിപ്പം പാകിസ്ഥാൻ അതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും ഇന്ന് തീവ്രവാദികൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വതന്ത്രമാകുന്നെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. അതെ, അത് അവര് സ്വതന്ത്രമാകുന്ന സ്ഥിതിയിലേക്കാണ്. ബലൂജികൾ അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ നിലയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായി നിൽക്കുന്ന, അവർക്ക് അവരുടെ ആളുകളെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ഇതുപോലെ വേറെ രാജ്യത്തേക്ക് കടന്നു കയറി നമ്മളെ വെറുതെ ചൊറിയാൻ വന്ന് ആവശ്യത്തിന് പണി വാങ്ങിച്ചു കെട്ടിയത്. അപ്പോൾ ആ നിലയ്ക്ക് ആ കിട്ടിയ പണി വാങ്ങിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായി തീരുകയാണ് ചെയ്തത്. നമ്മൾ ഏതാണ്ട് അവരുടെ 20% വരുന്ന വ്യോമത്താവളങ്ങൾ തകർത്തിട്ടുണ്ട്. അത് അതിൻ്റെ റൺവേസ് മാത്രമല്ല, ചില വിമാനങ്ങൾ ഉൾപ്പെടെ തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ വ്യോമ പ്രതിരോധ ശേഷിയുടെ 20%-ലധികം നശിപ്പിച്ചു എന്നാണ് അർത്ഥം. അത്ര ചെറുതല്ല. അത് ആ പത്തി നോക്കി തന്നെ ഒരു അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തലവെക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭീകര പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്ന, അത് ഏതുതരം ഭീകരതയാണ്, ഈ മതഭീകരതയാണല്ലോ നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് നിരപരാധികളായിട്ടുള്ള കോടാനുകോടി വരുന്ന മുസ്ലിം ജനത വലിയ പ്രതിരോധത്തിലാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങൾ കാരണം എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ മുസ്ലിം ഭീകരത നിലനിൽക്കുന്നു. അതാത് രാജ്യങ്ങളിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനായാലും ഇവിടെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലാണെങ്കിലും ഇനി അങ്ങ് ഇസ്രായേലിൻ്റെ അടുത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം. പക്ഷേ വിവരമുള്ള ഒരുവിധം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന UAE പോലെയുള്ള രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതത്തിലെ ആളുകൾ അവർ ഈ കാര്യത്തിലൊന്നും ഒരു ബന്ധമുള്ളവരല്ല. അതെ, ഞാൻ പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ഈ തീവ്രവാദികൾ ഒരു ന്യൂനപക്ഷമാണ്. അവരാണ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് ഈ ഇത്തരം കാര്യങ്ങളുമായി. ആ തീവ്രവാദികൾ ചെയ്യുന്ന ദ്രോഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ജനസാമാന്യമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് സമാധാനകാംക്ഷികളായിട്ടുള്ള മുസ്ലിം ജനസാമാന്യം ഇസ്ലാമിക് ഫോബിയ എന്ന പേരിൽ ഇപ്പൊ പഠിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതൊക്കെ ഇവരെ ബാധിക്കുന്നു. അല്ല, എല്ലാവരെയും സംശയത്തോടു കൂടി വീക്ഷിക്കാൻ ലോക ജനത ഇന്ന് പല രാജ്യങ്ങളിലേക്കും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പ്രവേശിപ്പിക്കാതെ ആയി കഴിഞ്ഞു. കാരണം അവർക്ക് സംശയമാണ്. ഈ സംശയത്തിന് ഇട കൊടുക്കാൻ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പട്ടാളം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് അടിച്ചമർത്താൻ തയ്യാറാകണം. മറ്റു രാജ്യങ്ങളിലും അതുപോലെ തന്നെ ചെയ്യണം. ഭീകരവാദികൾ മാത്രമല്ല നമ്മുടെ ശത്രു, ഭീകരവാദത്തെ സഹായിക്കുന്നവരും അതേ തരത്തിൽ ശത്രുവാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നടന്നത്. ശരി, അത് തന്നെയാണ് ശരി. പാകിസ്ഥാനെ അല്ല നമ്മൾ ആക്രമിച്ചത്, തീവ്രവാദത്തെയാണ് ആക്രമിച്ചിട്ടുള്ളത്. തീവ്രവാദ കേന്ദ്രങ്ങളാണ് തകർത്തിട്ടുള്ളത്. അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ടും പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിലേക്ക് മിസൈലുകൾ അയച്ചു. ഇന്ത്യയിൽ വീണില്ലെങ്കിലും മിസൈലുകൾ അയച്ചു. ചെറിയ നാശനഷ്ടമൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. യാതൊരു തർക്കവും വേണ്ട. ഇന്ത്യ അല്ല ഇന്ത്യ എന്ന് അവർക്കും ലോകത്തിനും ബോധ്യപ്പെട്ട ഒരു സംഘർഷമായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഞാനതിനകത്ത് കാണുന്നത് ഇസ്രായേലുമായിട്ട് താരതമ്യം ചെയ്യാനാണ് നമുക്ക് കൂടുതൽ ചോദിക്കാൻ വന്നത്. അതായത് 1948 അവിടുത്തെ സർവ്വ അറബ് രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് ഇസ്രായേലിനെ അത് രൂപം കൊണ്ട അതേ വർഷത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. വട്ടം കൂട്ടിയ ആ സമയത്ത് അവരുടെ വ്യോമതാവളങ്ങളെല്ലാം
വിമാനങ്ങൾ ഉയരുന്നതിന് മുമ്പ് തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ജനത ആദ്യത്തെ തിരിച്ചടി കൊടുത്തത്. അതായത് നാളെ നേരം വെളുക്കുമ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അതെ, പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് ഉണ്ടാവില്ലായിരുന്നു. ആ രീതിയിൽ അവർ തൂത്ത് കളയുമായിരുന്നു. പക്ഷെ അന്ന് രാത്രിയാണ് ഇസ്രായേൽ വിമാനങ്ങൾ പറന്ന് വളരെ സാവധാനം അല്ലെങ്കിൽ താഴ്ന്നു പറന്ന് ജോർജിയയുടെ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബോംബർ വിമാനങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം അവരുടെ ആ തന്ത്രം അത് കഴിഞ്ഞ് അവരെ യുദ്ധം ചെയ്തിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം അവരാരോടും യുദ്ധത്തിന് പോയിട്ടില്ല. അവരെ യുദ്ധം ചെയ്ത കാലഘട്ടങ്ങളിലെല്ലാം അവർ ചെയ്തൊരു പണിയുണ്ട്. ഇവരുടെ അധീശത്തിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക അവർ. എന്നിട്ട് യുദ്ധം തീർന്നു കഴിയുമ്പോൾ കുറേ ഭാഗം വിട്ടുകൊടുക്കും, കുറേ ഭാഗം വിട്ടുകൊടുക്കില്ല. അത് തന്നെയാണ് ഇന്ത്യയും അത് ചെയ്യേണ്ടിയിരുന്നുള്ള അഭിപ്രായം നമുക്കുള്ളത്. ഈ POK എന്ന് പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ അത് പിടിച്ചെടുക്കണമായിരുന്നു. അത് പിടിച്ച് ഇപ്പം ലോക പോലീസാണ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞാലും അമേരിക്ക പറയുന്ന ഒന്നും ഇസ്രായേൽ പട്ടാളം കേൾക്കൂല, ഇസ്രായേൽ ഗവൺമെന്റ് കേൾക്കൂല. ഇസ്രായേലിന്റെ നിലപാട് എന്താന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് ഞങ്ങൾ സംരക്ഷിക്കുക, എന്ത് വില കൊടുത്തും ഈ ലോകത്ത് ആര് നിർത്താലും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അത് സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉള്ള രാജ്യവും വംശവും അല്ലേ അവർ. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാര്യം ഈ ഒരൊറ്റ ഇഷ്യൂ വെച്ചുകൊണ്ട് ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ മുഴുവനായി പിടിച്ചെടുക്കണമായിരുന്നു. പിടിച്ചെടുത്തിട്ട് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് മാറ്റി വരച്ച് മേലിൽ ഇവിടെയെങ്കിലും കയറി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ബഫർ സോൺ ഇങ്ങോട്ട് നീങ്ങി വരുന്നതാണല്ലോ ഈ ആക്രമണത്തിന് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്നത്. അത് അങ്ങോട്ട് മാറ്റി കൊടുക്കണം, പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കണം. അതായത് 10,000-കണക്കിന് ഏക്കർ സ്ഥലങ്ങളാണ് ഇങ്ങനെ വെറുതെ അതിർത്തിയുടെ പേരിൽ അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അതങ്ങനെ കിടക്കുന്നുണ്ട്. അത് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്ത് ഈ അസർബൈജാൻ അതുപോലെ തന്നെ ഇവരും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്. മറ്റൊരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. തൊട്ട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് നമ്മുടെ രാജ്യം കൂടി ചേർന്നായിരുന്നല്ലോ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഈ മഹാഭാരതത്തിൽ പറയുന്ന ഗാന്ധാര ദേശം എന്ന് പറയുന്ന സ്ഥലമാണ് സത്യത്തിൽ അഫ്ഗാനിസ്ഥാൻ. അവിടെ താലിബാനാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഈ താലിബാൻ ഒരു ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ എന്നൊക്കെയാണ്. എന്താന്ന് വെച്ചാല് തന്ത്രപരമായ നീക്കങ്ങളാണ് പല രാജ്യങ്ങളും നടത്തിയിട്ടുള്ളത്. കാരണം പാകിസ്ഥാൻ ഒരു ന്യൂയിസൻസ് ആണ് എന്ന് ഇന്ന് താലിബാന് പോലും ബോധ്യം വന്നിരിക്കുന്നുള്ള അതിന്റെ കാര്യം. അതായത് പട്ടിണി രാജ്യമാണ്, കഞ്ഞുടിക്കാൻ മാർഗമില്ലാത്ത രാജ്യമായതുകൊണ്ട് തടയുന്നതാണോ? അതെ, തീർച്ചയായിട്ടും ആ കാര്യത്തില് താലിബാൻ ഇന്ന് കൂടെ വന്നാലേ 10 കാശിന് അല്ല, അത്രയേ ഉള്ളൂ. മാത്രമല്ല ഈ താലിബാനെ ഇന്ത്യ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു തന്ത്രപ്രധാനമായ ഒരു നയം അനുസരിച്ച് അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഏത് രാജ്യത്തെ ആണെങ്കിലും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളത് ഒരു തന്ത്രം തന്നെയാണ്. അത് വിജയകരമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും എല്ലാം ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തുന്ന തരത്തിലുള്ള തിരിച്ചടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഭീകരൻ നേതാവ് പറഞ്ഞത്, എന്നെ അവർക്ക് കിട്ടിയില്ല, എൻ്റെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചു. അതല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ അയാളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആളുകളെയും തകർത്ത് ഈ അവൻ രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? അപ്പം അവൻ അതുപോലും ബോധ്യമില്ല. ഈ ഭീകരത തലയ്ക്ക് പിടിച്ച ചില ആളുകൾക്ക് അവരെന്തിനു ജീവിക്കുന്നു എന്നോ അവരുടെ ദൗത്യം എന്താണെന്നോ ഉള്ള ബോധം പോലും പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ദാക്ഷിണ്യം അറിയിക്കാത്ത ആളുകളാണ് അവർക്ക് കൊടുത്ത അടി കുഴപ്പമില്ല, പോരാത്താണെന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന 24 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന വലിയൊരു പരിപാടി, ഒരു ഓപ്പറേഷൻ. ഇത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഗ്രാഫ് ഉയർന്നു എന്നങ്ങ് സമ്മതിച്ചല്ലോ. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയെ കുറെ കൂടി ശക്തമായ നിലയിൽ കണ്ടു. ഈ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു. ആ പേരുമായിട്ടുള്ള ഇതിനൊരു വല്ലാത്തൊരു വൈകാരികതയുണ്ട് ആ പേരിന്. ഇന്ത്യയുടെ അത് അങ്ങേക്കറിയാം എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാലോ. ആ വൈകാരികത സത്യത്തിൽ എത്രമാത്രം പ്രതിഫലിച്ചു? അത് ഇന്ത്യൻ ജനത അത് ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ സിന്ദൂരം മായ്ച്ച ആളുകളെ, സിന്ദൂരം മായ്ക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയ ആളുകളെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം തന്നെ. അത് വളരെ കൃത്യമായ ഒരു ഓപ്പറേഷനിൽ കൂടി അത് നടപ്പിലാക്കി. അതായത്
നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിന്ന് വളരെ കൃത്യതയോടുകൂടി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ അയക്കാൻ, അത് നല്ല രീതിയിലുള്ള മിസൈലുകൾ, അത് 6000 സെൻറ്റിഗ്രേഡ് വരെ ചൂടുണ്ടാക്കുന്ന മിസൈല് അവിടെ ചെന്ന് പൊട്ടിക്കഴിയുമ്പോൾ അത്രയും ചൂടിൽ വേറെ യാതൊരു വസ്തുവിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവിടെയുള്ള ഇലക്ട്രോണിക്സോ വേറെ ബോംബോ എന്ത് തന്നെയാണെങ്കിലും ഉരുകിപ്പോകുന്ന രീതിയിലുള്ള അത്ര ശക്തമായ ബോംബ് കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് പായിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഒരു വൈദവ്യം അങ്ങേക്കറിയാലോ, വിധവകൾ അത് വല്ലാത്ത അവരുടെ സങ്കടങ്ങൾ, വല്ലാത്ത സങ്കടങ്ങളാണ്. ആർക്കും തേച്ച് മായ്ച്ച് കളയാൻ കഴിയാത്ത പകരം സങ്കടങ്ങളാണ്, വെക്കാൻ പകരം പറ്റില്ലല്ലോ. വെക്കാനില്ലാത്ത സങ്കടങ്ങളാണ്. അതെ. അപ്പോൾ ആ സങ്കടങ്ങൾ പ്രത്യേകിച്ച് കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഭർത്താക്കന്മാർ, അവിടെ വെച്ച് തന്നെ സിന്ദൂരം മായ്ച്ച് കളയേണ്ട അവസ്ഥകളിലേക്ക് നീങ്ങുന്ന പാവം സഹോദരിമാർ, സത്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളെയും ഒന്നടങ്കം ഈ ഒരൊറ്റ പേരിലൂടെ ശക്തമായി അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ഈ ഓപ്പറേഷന് കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കുറേ ദിവസങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ മീഡിയ മുഴുവൻ ഈ യുദ്ധത്തിൻ്റെ പിന്നാലെ ആയിരുന്നല്ലോ. വേറെ ഒരു വിഷയത്തെക്കുറിച്ചും ജനം ആഗ്രഹിച്ചില്ല. അങ്ങനെ ജനം ആഗ്രഹിച്ച കാര്യം കൊടുക്കേണ്ടിയും വന്നു. ഇപ്പം യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ നേട്ടം നമ്മുടെ ഈ മോദി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം പക്ഷേ വലിയ ഒരു ഇമേജ് ഗവൺമെൻറ് ഉണ്ടാക്കണേ. ഓരോ യുദ്ധം കഴിയുമ്പോഴും അതുണ്ടാക്കാം. അതിപ്പോൾ 1971 യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് രൂപീകരിച്ച് പാകിസ്ഥാൻ്റെ നട്ടെല്ല് നോക്കി അടിച്ചല്ലോ ഇന്ദിരാഗാന്ധി. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് വലിയ ഇമേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 75 പെട്ടെന്ന് അടിയന്തരാവസ്ഥയിലേക്ക് വരികയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ചോദിക്കാൻ വന്നത്, ഇങ്ങനെ വലിയൊരു ഇമേജിൽ മോദി ഗവൺമെൻറ് നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നുള്ള വിജയ് ഷാ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി വളരെ പെട്ടെന്ന് ആർക്കും സഹിക്കാനാവാത്ത അസഹനീയമായൊരു കാര്യം പറഞ്ഞത്. അങ്ങേക്കറിയാലോ, അവരുടെ ഒരു സഹോദരിയെ ഉപയോഗിച്ച് തന്നെ അവരെ നേരിട്ടു എന്ന് പറയുന്ന, അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേണൽ, നമ്മുടെ അഭിമാന ഭാജനം എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന, രാഷ്ട്രത്തിൻ്റെ ഖ്യാതി ഉയർത്തിയ കേണൽ സോഫിയ ഖുറേഷി, അവരെക്കുറിച്ചാണ് ഈ പറയുന്ന വിജയ് ഷാ എന്ന് പറയുന്ന മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. അത് സത്യത്തിൽ നമ്മുടെ നാടിനെ നാണം കെടുത്തിയോ? അത് ഇപ്പം BJP നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുന്ന ചില വ്യക്തിത്വങ്ങളെങ്കിലും അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലുണ്ട്. അതിലൊന്നാണ് ഇന്നലെ ഇന്നൊക്കെയായിട്ട് വേറൊരു പാർട്ടിയുടെ വിവാദം അങ്ങനെ. അതാണ് ഈ വിജയ് ഷായെ പോലെയുള്ള വളരെ വിവരം കെട്ട ചില മന്ത്രിമാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ഇത്തരം വാർത്തകൾ പറയുന്നത്. അവർ ഈ സോഫിയ ഖുറേഷി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മുസ്ലിം ആണ്, പക്ഷേ ഞാൻ പാകിസ്ഥാനിയല്ല, ഞാൻ ഭാരതീയ മുസ്ലിമാണ് എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മതവിദ്വേഷത്തിൻ്റെയോ അല്ലെങ്കിൽ മതപരമായ ചിന്താഗതികളോ അല്ല അവർക്കുള്ളത്. അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സൈനിക എന്നുള്ള നിലയിൽ രാജ്യത്തെ സേവിക്കാനാണ്. വളരെ സ്തുത്യർഹമായ നിലയിൽ ആ സേവനം ചെയ്തവരെ അഭിനന്ദിക്കുന്നതിന് പകരം എത്രയോ ദേശീയ മുസ്ലിങ്ങൾ അല്ലേ, രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണവർ. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ചു നോക്കിയാൽ മതിയല്ലോ. നൂറുകണക്കിന് നേതാക്കന്മാർ, നൂറുകണക്കിന് സാമൂഹിക പരിഷ്കർത്താക്കൾ ഇല്ലേ ഈ മണ്ണിൽ. ഏത് മതവിഭാഗത്തിൽ എന്ന് നോക്കേണ്ടതില്ല. രാജ്യസ്നേഹം പ്രകടിപ്പിക്കുകയും രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് ആളുകളുടെ നാടാണ് നമ്മുടെ ഭാരതം. വലിയ ബഹുസ്വരതയുള്ള, ഒരുപാട് സംസ്കാരങ്ങളുള്ള വലിയൊരു പ്രദേശമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ഒന്നിപ്പിച്ച് നിർത്താനും വൈകാരികമായി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടൊരു ജനാധിപത്യം കൊണ്ടുപോകാനും, പാകിസ്ഥാനിലൊക്കെ എത്രയോ കാലമായി പട്ടാള ഭരണമാണ്. പക്ഷേ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രാജ്യം ഇതേവരെ പട്ടാള ഭരണത്തിലേക്ക് പോയിട്ടില്ല. 2 വർഷക്കാലത്തെ ഒരു അടിയന്തരാവസ്ഥ ഒഴിവാക്കിയാൽ പൂർണ്ണമായ തോതിൽ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാക്കി നമ്മളെ നിലനിർത്തുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഞാൻ പറയുന്നതല്ല, പക്ഷെ അടിയന്തരാവസ്ഥ പോലും ഭരണഘടനാപരമാണ്. അതെ, ഭരണഘടനാപരമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ സന്ദിഗ്ധ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. പ്രശ്നം സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നോ ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ ചർച്ച അതിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതുപോലും അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞതല്ല, പക്ഷെ അതുപോലും ഭരണഘടനാപരമാണ്. ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ഒന്നല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ യുദ്ധം
തീരുന്ന സമയം, സംഘർഷം അവസാനിക്കുന്ന സമയം, ഇന്ത്യക്ക് സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമില്ലായിരുന്നല്ലോ. അങ്ങയുടെ വാക്കുകളിൽ അതുണ്ട്. നമ്മുടെ അടിച്ചതിന് തിരിച്ചടി കൊടുക്കുമ്പോൾ അത് പത്തി നോക്കി അടിക്കുക. ആ ഒരു തന്ത്രം തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത്. പാകിസ്ഥാൻ ഒരിക്കലും അത്ര കണ്ട് പ്രതീക്ഷിച്ചില്ല. പാകിസ്ഥാൻ വിചാരിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ തവണയൊക്കെ ആക്രമിച്ചതുപോലെ കറാച്ചിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കോ, അപ്പോൾ അങ്ങനെ നമ്മുടെ പട്ടാളക്കാർ കടന്നു കയറി ആക്രമിക്കുമ്പോൾ കുഴിബോംബുകൾ പൊട്ടി മരിക്കാൻ വേണ്ടി എല്ലാ ആസൂത്രണം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്നും അവസരം കിട്ടിയില്ല. അവസരം കിട്ടാതെയാണ് നമ്മളത് ചെയ്തത്. അങ്ങനെ ഈ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ അമേരിക്ക, ട്രംപാണ് അതിൻ്റെ ആസൂത്രകൻ, അതായത് യുദ്ധവിരാമത്തിൻ്റെ സൂത്രധാരൻ എന്ന മട്ടിൽ അദ്ദേഹം തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. അതായത് നമ്മളൊന്നും അത് അറിയുന്നേ ഇല്ല അതിനു മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് ആ പ്രഖ്യാപനം വരേണ്ടത്. അതിനു മുമ്പേ അവിടെ നിന്ന് വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു. അത് ഇന്ത്യക്ക് ഒരു ചെറിയ നാണക്കേടായി എന്ന് കരുതുന്നു. ഇന്ത്യക്ക് അങ്ങനെ നാണക്കേടായി കരുതുമായിരുന്നു. പക്ഷേ ഇന്ത്യ അതത്ര വില കൊടുത്തില്ല. ആ കാര്യത്തിൽ മോദി കൃത്യമായി കാര്യം പറഞ്ഞു. അതായത് ഈ നമ്മുടെ രാജ്യത്തിന് വേറൊരു മൂന്നാം സ്ഥാനക്കാരൻ്റെ ആവശ്യമില്ല, ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. നേരിട്ട് ഭീകരതയെക്കുറിച്ചും നേരിട്ട് നമ്മുടെ അതിർത്തിയെക്കുറിച്ചുമായിരിക്കും ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചല്ലോ. ട്രംപിനെ അത്ര പേടിച്ചിട്ടൊന്നുമില്ല. നിസ്സാരമായ കാര്യമല്ല. അതായത് ലോക പോലീസാണല്ലോ അമേരിക്ക, അതെ അതെ അല്ലേ? ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ ഓടി നടന്ന സ്വീകാര്യത ഏറ്റുവാങ്ങുകയാണ്. ഒപ്പം തന്നെ അംഗീകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന സമയമാണ്. UAE പോലുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ 3500 കോടി രൂപ വിലയുള്ള വിമാനമൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, പ്രത്യേക പാരിതോഷികമായി കൊടുത്തിരിക്കുന്നത്. അത് പോട്ടെ, നമ്മുടെ ഇതല്ല. ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ ലോക പോലീസായി നിൽക്കുന്ന അമേരിക്കയുടെ, അടുത്ത നാൾ തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിൻ്റെ, ചൈനയായിട്ട് പോലും വ്യാപാര കരാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ വലിയ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ട്രംപിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് ഒരു വലിയ തൻ്റെ ഇടത്തിൻ്റെ ഭാഗമാണ്. അത് തൻ്റെ ഇടം എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ ആ തൻ്റെ ഇടത്തിന് പിന്നിലുണ്ട്. കാരണം ഇന്ന് ലോകത്ത് ചൈന ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദനം ശേഷിയുള്ള, ചെലവ് കുറഞ്ഞ ലേബറുള്ള രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ കമ്പനികൾ ചൈനയിൽ സ്ഥാപിക്കുന്നത്. പക്ഷേ ചൈനയ്ക്കൊരു പ്രത്യേകതയുള്ളത്, ചൈന ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലാണ്, ഒരു പ്രത്യേകതരം ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്. അത് ഒരു പരിധിവരെ ആശ്രയിക്കാവുന്നതാണോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയെല്ലാം സംശയമുള്ളപ്പോൾ ആണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തെ കൂടുതൽ ആശ്രയിക്കാൻ കഴിയും. അതായത് ഏറ്റവും നല്ല ലേബറുള്ള, ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉൽപ്പാദനം നടത്താൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ള തിരിച്ചറിവ് കൂടിയുണ്ട്. അത് അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. അവിടെ ഒരു സമഗ്രാധിപത്യ ഭരണമാണല്ലോ നടക്കുന്നത്. അതെ അത് 2-3 പേർ മാത്രം തീരുമാനിക്കുന്ന, അവരുടെ അയൺ കട്ടനുള്ളിൽ നടക്കുന്ന, അവരുടെ ഉരുക്ക് മുഷ്ടിക്കുള്ളിൽ ജനാധിപത്യമില്ല. ഒരിക്കലും അങ്ങനെ ഇല്ലല്ലോ. കാരണം മറ്റുള്ളവരോട് ചോദിക്കുകയോ ചർച്ചയോ അങ്ങനെ ഡയലോഗിൻ്റെ പ്രശ്നം അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ജനാധിപത്യ ക്രമം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യ സ്ഥിരതയുള്ള ഒരു രാജ്യമായി കണക്കാക്കുന്നു, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി കണക്കാക്കുന്നു, വികസ്വര രാജ്യമാണ്. അതുപോലെ ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ പിണക്കാൻ ഇവർക്ക് കഴിയില്ല. ന്യായമായൊരു കാര്യം പറഞ്ഞാൽ ട്രംപിനല്ല ലോകരാജ്യങ്ങൾക്കൊന്നും ഇന്ത്യ ഇന്ന് പിണക്കാൻ കഴിയില്ല. മാത്രമല്ല ഇന്ത്യക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ലോകരാജ്യങ്ങളിൽ. പല രാജ്യങ്ങളിലും നമ്മുടെ വിദേശകാര്യ മന്ത്രിയും മോദി തന്നെയാണെങ്കിലും വിദേശ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രത്തലവൻ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തിൽ അതെല്ലാം നിഴലിക്കും. അമേരിക്കൻ പടക്കപ്പൽ 71 ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വന്ന വഴി തിരിച്ചു പോകണമെന്നൊരു നിർബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ അമേരിക്കയുടെ മുഖത്തൊക്കെ അന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഭരണകർത്താക്കൾ കാണിക്കേണ്ട സമയത്ത് ആ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം അല്ലേ? ഒരു രാജ്യത്തിന്റെ അഭിമാന ബോധത്തെ, രാജ്യത്തെ ജനങ്ങളുടെ അഭിമാന ബോധത്തെ ഉണർത്താൻ കഴിയുന്ന ഒന്നാണ്. പൊതുവെ അങ്ങേക്കും എനിക്കും ഇവിടുത്തെ സാധാരണക്കാരന് പോലും ഈ അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ കവി പാടിയ പോലെ. അല്ല, തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങോട്ട് കയറി വന്ന് ഈ ഒളിച്ചും പാത്തും വന്ന് നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് വെടിവെച്ച് വന്നിട്ട് പോയത്. ആ മടയിൽ കയറി അവൻ്റെയൊക്കെ എല്ലാ അടിസ്ഥാന സാധനങ്ങളും അടിച്ചു തകർത്ത്
അത് പൊളിച്ചു കളഞ്ഞ ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ധീരമായ നടപടിയാണ്. നമ്മളെ ഈ 22-ാം തീയതി നമ്മുടെ ആളുകളെ 26 പേരെ തെരഞ്ഞു കൊന്ന ആ ഭീകരന്മാരെ ഇപ്പോഴും പൂർണ്ണമായി പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് പിടിക്കാൻ കഴിയാത്തതിന് ഞാൻ കാണുന്ന ഒരു കാരണം, നമ്മുടെ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഭീകരന്മാരല്ലെങ്കിലും ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്ന കുറേ ആളുകളും ഉണ്ടെന്ന് വേണം കരുതാൻ. കാരണം തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ പിന്തുണ കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. കാരണം 100-200 കിലോമീറ്റർ ദൂരത്തേക്ക് AK-47 പോലെയുള്ള ആയുധങ്ങളുമായി കടന്നു വരാനും ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം സുരക്ഷിതമായി രക്ഷപ്പെടാനും കഴിയണമെങ്കിൽ തീർച്ചയായും അവർക്ക് ലോക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവണം. അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമല്ലോ, ചുമ്മാതെ പറ്റില്ലല്ലോ, വെറുതെ പറ്റില്ലല്ലോ. അല്ലാതെ അത് പൊതിഞ്ഞോണ്ടല്ലോ അവർ ഒന്നുമല്ല. അപ്പോൾ അവർ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടിരിക്കാമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ 100-200 കിലോമീറ്റർ താണ്ടി അവർ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോയാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ എവിടെയോ ഉണ്ട്. നമ്മൾ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഇത്ര ആക്യുറസിയൊക്കെ കാണിച്ചിട്ടും അവർ പതിയിരിക്കുന്ന സ്ഥലം നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു പ്രശ്നം. അത് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്റലിജൻസ് വീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നോക്കി അടിച്ചു. ഇവിടെ നമുക്ക് ഇത്രയും ദൂരം ഈ ഭീകരന്മാർ വരുമ്പോൾ അത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനം എത്രമാത്രം കാര്യക്ഷമമാണ് എന്നുകൂടി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ചോദിച്ചതിലേക്ക് തന്നെ വന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ലോക ഭൂപടത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിക്കകം വല്ലാതെ തിളയ്ക്കുന്നു എന്നങ്ങേക്ക് തോന്നുന്നു. അഭിമാനബോധത്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കി നിർത്താൻ കഴിയുന്ന സാഹചര്യം, സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് ഈ ചെറിയ ഒരു അറ്റാക്കിൽ കൂടി തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെടിക്ക് 2 പക്ഷി. ഇപ്പോൾ തൽക്കാലം ചൈന അടക്കം നമ്മളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്നുകൂടി ആലോചിക്കും ഇനി ഇന്ത്യക്ക് നേരെ മുട്ടാൻ എന്നാണ് എൻ്റെ വിചാരം. പണ്ടുള്ള സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റം വന്നിരിക്കുന്നു. ചുറ്റും ചില ശത്രു രാജ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? ശത്രുവാണോ മിത്രമാണോ എന്ന് സംശയിക്കാൻ തക്ക രീതിയിലാണ്. വളരെ സന്തോഷമുണ്ട് സാർ ഈ അരമണിക്കൂർ നമ്മളൊത്ത് സംവദിക്കാൻ, പ്രത്യേകിച്ച് ഒരു യുദ്ധാനന്തര ഭാരതത്തെ ശക്തമായി വിലയിരുത്താൻ സഹായിച്ചതിൽ സന്തോഷം. യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണെന്ന് പറയപ്പെടുന്നു. മനുഷ്യ മനസ്സിൻ്റെ സംഘർഷങ്ങളാണ് പലപ്പോഴും യുദ്ധമായി രൂപാന്തരപ്പെടുന്നത്. യുദ്ധാനന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പദവിയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഖ്യാതിയും ഏറെ ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നാം ഭാരതീയർ ഈ കാര്യത്തിൽ അഭിമാനോത്സുകരുമാണ്. നന്ദി, നമസ്കാരം.